അപ്പോൾ ഗായ്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലെ ചെക്കന്മാർക്ക് പെൺകുട്ടികൾ കുറേ പണി കൊടുക്കുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചാണ്. ഒന്നുമില്ല, നിങ്ങൾ എഫെയർ ഉണ്ടെങ്കിൽ അഥവാ ആരെങ്കിലും സ്നേഹിക്കുക, സീക്രട്ടായിട്ട് അങ്ങനെയൊക്കെ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് ഒരു പ്രപ്പോസൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും താല്പര്യം ഇല്ലയെന്നുണ്ടെങ്കിലും നല്ല മക്കളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നിക്കൽ കാണാൻ വന്ന ആ ഒരു ടൈമിലോ എങ്ങനെയെങ്കിലും സീക്രട്ടായിട്ട് അവൻ്റെ ചെവിയിലെത്തിക്കണം. അഥവാ ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കില്ല എന്നുള്ളത് എങ്ങനെയെങ്കിലും അറിയിക്കണം. അല്ലാണ്ട് എൻഗേജ്മെൻറ്റിന് നിന്ന് കൊടുക്കുക, കേക്ക് കട്ടിങ്ങിന് നിൽക്കുക, എന്തൊരു സന്തോഷത്തിലൊക്കെ നിന്ന് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ നിക്കാഹും കൂടി കഴിഞ്ഞിട്ടാണ് ഓന് ദുബായിലോട്ടേക്ക് പുറത്ത് ഉള്ള കുട്ടിയാണെങ്കിൽ പുറത്ത് പോവുകയാണെങ്കിൽ അത് കഴിഞ്ഞ് ഓനെ വിളിച്ചു പറയും, എനിക്ക് താല്പര്യമില്ല, ഒട്ടും താല്പര്യമില്ല, എനിക്ക് വേറെ ആളെ ഞാൻ ഇഷ്ടത്തിലാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞ് മാറാൻ നോക്കുക. ഒഴിഞ്ഞ് മാറുന്നു അങ്ങനെ നിന്ന് ആൾക്ക് 3 പേപ്പർ വരണം. തലാഖിൻ്റെ 2 പേപ്പർ വന്ന് കഴിയുമ്പോഴത്തേക്ക് തന്നെ പെണ്ണിൻ്റെ സീക്രട്ടായിട്ട് എൻഗേജ്മെൻറ്റിന് അവിടെയും നിന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. പെൺകുട്ടികളോട് പ്രത്യേകം പറയാം. കാരണം ഈ ചെക്കന്മാർക്ക് തന്നെ ഫസ്റ്റിൽ തന്നെ പെണ്ണിനെ അന്വേഷിച്ച് പോകുമ്പോൾ ഇപ്പോൾ ഭയങ്കര ഡിമാൻഡാണ്. ആ ഡിമാൻഡ്സ് ഉള്ള സമയത്ത് നിങ്ങൾ ചെയ്യാൻ 2ാം കെട്ടുകാരൻ എന്നുള്ളതാണ് നിക്കാഹ് കഴിഞ്ഞാൽ വരെ. എന്തിനാണ് ആ പാപം ചെയ്യുന്നത്? നിങ്ങൾക്ക് വേറെ ആരെങ്കിലും ഇഷ്ടമാണെങ്കിൽ അത് ഓപ്പണായിട്ട് പറയണം. അപ്പം പറ്റുന്നില്ലെങ്കിൽ ഫാമിലി ഭയങ്കര സ്ട്രിക്റ്റ് ആണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ബാക്ക് അടിച്ചിട്ട് നിൽക്കണം. അല്ലാണ്ട് പോയി മരണത്തിലേക്ക് പോകാൻ ഞാൻ പറയുന്നില്ല ഒരിക്കലും. അങ്ങനെയുള്ള മണ്ടത്തരമൊന്നും ചെയ്യരുത്. അപ്പം ഓൻ എന്തായാലും കിട്ടുന്ന ചെക്കൻ എന്തായാലും അറിയിക്കണം. അല്ലാണ്ട് മാസത്തിൽ നിങ്ങൾ നിക്കാഹ് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പെണ്ണല്ലേ വിചാരിച്ച് ഓനെല്ലാം കൊടുത്തയക്കുക, മാസത്തിൽ നമുക്ക് ചിലവിന് തരിക, അതൊക്കെ കഴിഞ്ഞിട്ട് ഓനെ വേണ്ടാന്ന് വെക്കുമ്പോൾ എത്ര സങ്കടം ഉണ്ടാകും. ഓൻ്റെ പെണ്ണായിട്ട് കണ്ടിട്ടാണ് നിങ്ങൾക്ക് എന്തൊക്കെ വേണമൊക്കെ ചെയ്തു തരുന്നത്. അപ്പം അങ്ങനെയുള്ള ആൺകുട്ടികളെ നിങ്ങൾ പാപം ചെയ്യരുത്. അത് സെക്കൻഡ് മാരേജിലേക്ക് ഒരു പെണ്ണിനെ അന്വേഷിച്ച് പോകുമ്പം അത് നിക്കാഹ് ചെയ്ത് കഴിഞ്ഞാൽ അവരങ്ങനെ കാണുള്ളൂ. അതിന് കുറേ പ്രശ്നങ്ങൾ കണ്ടെത്തും ചെക്കന്. അപ്പം കെട്ടാൻ വേറൊരു പെണ്ണിനെ ഭയങ്കര അതിനേക്കാളും ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾ വേറെ നിങ്ങളെ ലവറെ കൂടെ സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും. എന്തിനാ ഗൈസ് നമ്മുടെ ആൺപിള്ളേരെ കുറേയൊന്നും ചെയ്യണ്ട. ചെയ്യാം, പക്ഷെ എല്ലാത്തിനും ഒരു ലിമിറ്റ് വേണം, അല്ലെങ്കിൽ പടച്ചോൻ പൊറുക്കൂല. അപ്പം നിങ്ങൾക്ക് അവിടെ പോയാൽ സമാധാനം ഉണ്ടാവില്ല. ഈ ചെക്കനോട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് എങ്ങനെ ഒരു നല്ല ലൈഫ് അല്ലാഹു തരാണ്? അപ്പോൾ അതിനൊന്നും ബുദ്ധിമുട്ടൊന്നും, നല്ല ലൈഫ് വേണമെങ്കിൽ, ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത നല്ല ലൈഫ് വേണമെങ്കിൽ നിങ്ങൾ എന്തായാലും നല്ലതായിട്ട് തന്നെ ചെയ്യണം. ഓക്കെ? അല്ലാണ്ട് നമ്മളെ പിള്ളേഴ്സിനെ വേദനിപ്പിച്ചിട്ട് എന്ത് നേട്ടമാണ് കിട്ടുക? ഒരു നേട്ടവും കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ ഒരു ഒളിഞ്ഞു നിന്നിട്ട് കളിക്കാൻ ഒരു ചെക്കനും നിൽക്കുന്നുണ്ട്. അപ്പം നിൻ്റെ പെണ്ണാണെങ്കിൽ ആ ചെക്കൻ എൻഗേജ്മെൻറ്റിനോ കാണത്തിനോ നിന്ന് കൊടുക്കാൻ സമ്മതിക്കരുത്. നിങ്ങൾ എന്തെങ്കിലും വഴി 2 ആളും കൂടിയിട്ട് ചെയ്യണം. ഒളിച്ചോടാനോ അല്ല മരണത്തിലേക്ക് പോകാനോ ഒന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.